ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ലെഹങ്ക സെറ്റ് ചെയ്യണം എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ മൈൻഡിൽ. പക്ഷെ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി പ്ലാൻ ചെയ്ത് ഓഫ് വൈറ്റ് സ്കേർട്ട് ആക്കാം എന്നുള്ള ധാരണയിലായിരുന്നു. പക്ഷെ ഞാൻ കടയിൽ ചെന്ന് എടുത്തപ്പോൾ ഓഫ് വൈറ്റ് ആയിരുന്നു. വീട്ടിൽ വന്നപ്പോൾ നല്ല തൂ വെള്ളം. പിന്നെ അത് പോട്ടെ എന്ന് വെക്കാം. എൻ്റെ മൈൻഡ് മുഴുവൻ അവളുടെ സ്കേർട്ടിൻ്റെ അതേ കളറായിരുന്നു അവളുടെ ദുപ്പട്ടയ്ക്ക്. പക്ഷെ വീട്ടിൽ വന്ന് അവളെ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് സ്കേർട്ടിൻ്റെ കളറല്ല ബ്ലൗസിൻ്റെ കളറായിരുന്നു ദുപ്പട്ടയ്ക്ക് എന്ന്. പിന്നെ ഞാൻ ഓർത്തു സെമി അംബ്രല തയ്ക്കാനിരുന്ന സ്കേർട്ടിന് നമുക്ക് ഫുൾ അംബ്രലയാക്കാം, കുഴപ്പമില്ല, മെറ്റീരിയൽ മിച്ചം വരില്ല എന്നുള്ള ധാരണ വന്നായിരുന്നു. പിന്നെ ടോപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ചേ മെറ്റീരിയൽ ഉണ്ടായിരുന്നുള്ളൂ. തിരിച്ചും മറിച്ചും എല്ലാം ആയിട്ടാണ് ഒരു വിധത്തിൽ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെട്ടിയെടുത്തത്. പിന്നെ സ്ലീവിന് ഞാൻ ഫുൾ പ്ലെയിൻ നെറ്റാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു ആ നെറ്റ് മേടിക്കുകയാണെങ്കിൽ അത് ദുപ്പട്ടയാക്കാം എന്നുള്ള മൈൻഡായിരുന്നു. പക്ഷേ സമയമൊന്നും കിട്ടാത്തതുകൊണ്ട് ദുപ്പട്ട മേടിയിട്ട് നടന്നില്ല. പിന്നെ രാവിലെ പോകുന്ന വഴിക്ക് മേടിക്കാമെന്ന് ഓർത്ത് കഴിഞ്ഞപ്പോൾ രാവിലെ കടയും തുറന്നിട്ടുണ്ടായിരുന്നില്ല. വേറെ കടയിലൊക്കെ കയറിയിട്ട് ഈ സെയിം കളർ മെറ്റീരിയൽ നെറ്റായിട്ട് കിട്ടിയതുമില്ല. അതുകൊണ്ട് നല്ല വില കൊടുത്ത് ഒരു ഷോൾ മേടിച്ചാണ് ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ടാണ് കയ്യിലുള്ള തുണി വെച്ച് ബ്ലൗസ് വരെ സെറ്റ് ചെയ്തത്. പക്ഷേ ഷോളിന് 400 രൂപ റേറ്റ് വന്നിട്ടുണ്ട്. 80 രൂപയ്ക്ക് 2 മീറ്റർ നെറ്റ് മേടിച്ച് സെറ്റാക്കേണ്ടതാണ് ഞാൻ ഈ 400 രൂപയ്ക്ക് ഷോളാക്കി എടുത്തിട്ടുള്ളത്. എന്തായാലും ലുക്ക് നല്ല അടിപൊളിയാണ്. നല്ല സ്റ്റാൻഡേർഡ് ലുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടും എനിക്ക് ഈ ഷോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പം ഇതൊരു കല്യാണത്തിന് പോയപ്പം എടുത്ത പ്രഹസനങ്ങളൊക്കെയാണ് ഈ പിന്നാലെ വരുന്നത്. അങ്ങനെ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് പറയണ്ട കേട്ടോ. അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ബൈ.